എങ്ങനെ ചിരിക്കാതിരിക്കും? നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ? അത് ഡാഡി മമ്മിയെ കുറ്റം പറയണ്ട. ഡാഡി വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ വേഷം എടുത്തുള്ളൂ. അപ്പോ മമ്മിക്ക് ഞങ്ങൾക്കൊന്ന് കാണണ്ടേ? അയ്യോ എന്റെ മോളെ, കല്യാണം കഴിച്ചിട്ട് ഇത്രയും വർഷമായി, ഇന്ന് വരെ നിങ്ങളുടെ ഡാഡി ഒരു കേസ് വാദിച്ചു ഞാൻ കേട്ടിട്ടില്ല. കേസ് വാദിച്ച് തോറ്റുപോയ വക്കീലന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും കേസ് വാദിക്കാൻ കോടതി പോവാത്തൊരൊറ്റ വക്കീല് എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ചിലപ്പോ ഈ ലോകത്തെ കേസൊന്നും കാണുകയില്ലായിരിക്കും. അല്ല, ആർക്കായാലും ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെ കളിയാക്കാൻ. കേസില്ലെന്ന് മമ്മി കൂടി വിളിച്ചു പറഞ്ഞാൽ ഡാഡിക്ക് വിഷമാവില്ലേ? എടീ, നിങ്ങൾ അങ്ങനെയൊക്കെ പറയും. നിങ്ങളുടെ ഡാഡിയെ കാണാൻ എപ്പോഴാ ഭംഗിന്നറിയാവോ? ദേഷ്യം വരുമ്പോ ആ മുഖം ഒന്ന് കാണണം. മൂക്കെല്ലാം കൂടെ വിറച്ച്, കവളെല്ലാം കൂടി തുടുത്ത്, അത് കാണാനല്ലോടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് മുട്ടുന്നത്. എന്താ പതിവില്ലാതെ ഈ വേഷത്തിൽ? ഓഹോ, അപ്പൊ നിങ്ങളുടെ ഭാര്യയും തുടങ്ങിയോ? ചേടാ, എനിക്കെന്താ ഈ വേഷം ചേരത്തില്ലേ? കളിയാക്കൊന്നും വേണ്ട. 10-25 വർഷങ്ങൾക്ക് മുൻപ് പുഷ്പം പോലെ വാങ്ങിച്ച വേഷമായത്. അയ്യോ, അങ്ങനെയല്ല. രാത്രിയിൽ ഈ വേഷത്തിൽ. അത് പറഞ്ഞാ വലിയ തമാശയാ. മിസ്റ്റർ ഉണ്ണിത്താൻ വക്കീലായി എൻറോൾ ചെയ്ത് എന്റെ 25ാമത്തെ വാർഷികമാണിന്ന്. പുള്ളിക്കാരൻ ഈ വേഷമെല്ലാം ഇട്ടുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നൊന്ന് നിന്നു. അത് കണ്ട് മിസ്സിസ് ഒന്ന് കളിയാക്കി. പുള്ളിക്കാരനതാ മൂക്കും പറപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ജീവിക്കുന്നത്? ഭാര്യമാരൊന്ന് കളിയാക്കിയെന്ന് വെച്ച് ഇങ്ങനെ വേണ്ടാലോ. താരമില്ലെന്നേ, എന്ത് ചെയ്യാനാ? പെണ്ണുങ്ങളുടെ ഭരണമായി പോയി ഈ ലോകത്ത്. അത് ഈ തലമുറയുടെ ശാപമാണ്. എന്നൊന്നും പറയണ്ട. അതിലെന്താ അത്ര ശാപമുള്ളത്? ഭരിക്കേണ്ടടുത്ത് പെണ്ണുങ്ങൾ തന്നെ ഭരിക്കണം. പിന്നെ വീട്ടിലാവുമ്പോ അല്പ സ്വല്പമൊക്കെ അടങ്ങി ഒതുങ്ങി കഴിയുന്നതാണ് കുടുംബത്തിനൊരു ഐശ്വര്യം. അല്ല, എനിക്കൊരു പിടിയും കിട്ടാത്തത് അവൾ ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ചിട്ടും എന്റെ രീതി സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാണ്. ചില കാര്യങ്ങളിൽ ആരും എന്നെ കളിയാക്കുന്ന എനിക്കിഷ്ടമല്ല. നിങ്ങൾ പോയി കിടന്നുറങ്ങണം പ്ലീസ്. എന്തൊരു മനുഷ്യനായത്! എന്തൊരു ചിരിയായത്! ഒരുമാതിരി വിടന്മാരുടെ ചിരി. വയസ്സും പ്രായവും ഒക്കെ നോക്കണ്ടേ? ഞാനിപ്പോ കൂടുതലായി ചിരിച്ചു. കൂടുതലല്ലെങ്കിലും ഇത് ചിരിയല്ല, അട്ടഹാസമാണ്. മേലാൽ അട്ടഹസിക്കരുത്. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ, അതും ഭാര്യയോടൊപ്പം താമസിക്കുമ്പോൾ കുറച്ചൊക്കെ പരസ്പര ബഹുമാനം വേണ്ടേ? അതും ഒരു റിട്ടയർഡ് മിലിറ്ററി കേണലിൽ നിന്നും കുറച്ചുകൂടി ഒരു നല്ല പെരുമാറ്റം വേണ്ടേ? അത് ശരിയാ. അപ്പോ ഞാൻ അത്ര കൂടുതലായും ശക്തമായും ചിരിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? യു ആർ റൈറ്റ്. മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ഒരു നല്ല കുടുംബജീവിതത്തിന് ആവശ്യം. എന്റെ ശബ്ദത്തിനു മീതെ അമ്മിണിക്കുട്ടിയുടെ ശബ്ദമോ, അമ്മിണിക്കുട്ടിയുടെ ശബ്ദത്തിനു മീതെ എന്റെ ശബ്ദമോ ഉയരാൻ പാടില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരേ ഒരു ശബ്ദം മതി. ആരും കേൾക്കാത്ത ശബ്ദം, സ്നേഹത്തിന്റെ ശബ്ദം. അങ്ങയുടെ ശബ്ദത്തിന് മീതെ ഞാൻ സ്വരമുയർത്തുന്നത് പോട്ടെ, എനിക്ക് അങ്ങയുടെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കാൻ പോലും പറ്റില്ല. അപ്പോഴേ കിടന്നാലെങ്ങനെയാ? ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ട. വേണ്ടെന്ന് വെച്ചാ? എനിക്ക് ആഹാരം വേണ്ടെന്ന്. ഓ പിന്നെ, ആഹാരം വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പട്ടിണി കിടക്കാൻ ഞങ്ങൾ സമ്മതിക്കൂ? വന്ന് ആഹാരം കഴിച്ച്. ഞാൻ ഉറങ്ങാൻ പോവാണ്. കേസൊന്നും വാദിക്കാൻ പോകണ്ട. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. കേസ് വാദിക്കാതെ തന്നെ ജീവിക്കാനുള്ള വക എന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ദേ, അത് മാത്രം പറയരുത്. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒന്നുകൂടെ ജീവിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് സ്വന്തമായി ജീവിക്കാൻ 40 സെന്റ് പുരയിടവും 38 മൂട് തെങ്ങും ഉണ്ട്. എന്ന് മുതൽ കേക്കുവാ ഈ 40 സെന്റ് ഭൂമി? ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ല. എന്തിനാ മമ്മി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? എന്തൊരു കഷ്ടമായത്! തമാശ ഒന്ന് പറഞ്ഞു, അതൊക്കെ നിർത്താൻ പാടില്ലേ? പറയടി, നിന്റെ മമ്മിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്ക്. നിനക്ക് കോളേജിൽ പോയി വിവരമുണ്ടല്ലോ, ഇവർക്ക് അതുമില്ലല്ലോ. ഞാൻ കോളേജിൽ പോയിട്ടുണ്ടല്ലോ എന്നുള്ളത് നിങ്ങൾ നിർത്ത്.
ദേ ഇനി എന്റെ ഓർഡറാ, ആരും സംസാരിക്കാൻ പാടില്ല. ഡാഡി വരൂ, ആഹാരം കഴിക്കാം. ഡാഡി മൂളാനും മമ്മി മുക്കാനും. ഞാൻ ആഹാരം കഴിക്കാൻ വരാം, പക്ഷേ നിന്റെ മമ്മിയോട് പറഞ്ഞേരെ ഞാൻ ആഹാരം കഴിച്ച് തീരുന്നവരെ സംസാരിക്കാൻ പാടില്ലെന്ന്. യുവർ ഓണർ സമ്മതിച്ചോ? യെസ്, ദെൻ യു ക്യാൻ പ്രൊസീഡ്. ഡാഡി വരൂ. നീ വയ്ക്കോ, ഞാനത് കഴിച്ചിട്ട് വന്നേക്കാം. ആഹാ, പിന്നെയും കിടന്നോ? ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അങ്ങ് അനുസരിച്ചേക്കണം. പിന്നെ പ്രശ്നമല്ലല്ലോ, വെറുതെ എന്നെ കൊണ്ട് അതൊന്നും പറപ്പിക്കുന്ന വല്ല കാര്യമുണ്ടോ? ആഹാ, ദേ പിന്നെയും കിടന്നോ? കമോൺ ഗെറ്റ് അപ്പ്. മണി 6:30 ആയില്ലേ? വയസ്സ് 19 ആയില്ലേ? ഞാനൊന്ന് കിടന്നോട്ടെ. ഞാനെന്താ സ്കൂളിൽ പോകുന്ന കുട്ടിയോ മറ്റാണോ? പഠിക്കാൻ. പഠിക്കുന്നതിന്റെ ആണോ? രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യണ്ടേ? ഇപ്പൊ തന്നെ എന്താ തടി? ഒന്ന് വെറുതെ ഇരിയാനി. ഇനി തടിച്ചാലെന്ത്, തടിച്ചില്ലെങ്കിൽ എന്ത്? എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ദേ അടുത്ത വീട്ടിലെ മിസ്റ്റർ ഉണ്ണിത്താനെ കണ്ടോ? എങ്ങനെ ട്രിം ആയിട്ട് പെൻസിൽ പോലെ ഇരിക്കുന്നു. നിങ്ങൾ തമ്മിൽ വലിയ ഫ്രണ്ട്സ് അല്ലേ? അദ്ദേഹത്തോട് ചോദിച്ചൂടെ എങ്ങനെയാ ഈ തടി കുറച്ച് സൂക്ഷിക്കുന്നതെന്ന്? ആ, ചോദിച്ചാലും പറഞ്ഞു തരത്തില്ല. ഉണ്ണിത്താനെ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. പുഷ്പം നേരം വെളുത്തില്ല, അതിനു മുമ്പേ കണ്ണാടി നോക്കിയിരിക്കാൻ എന്തുവാ ഇത്ര ഇരിക്കുന്നേ? എടി, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നില്ല, സ്വയം എന്നെ നോക്കി രസിക്കുകയല്ലേ. അതിന് പ്രായം പരിധിയൊക്കെ ഇല്ലേ? പെമ്പിള്ളേരെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട പ്രായമായി. നിനക്ക് എന്താടി ഇത്ര അസൂയ? നിനക്ക് കണ്ണാടി മുമ്പിൽ ഇരിക്കാൻ തോന്നൂല. നിന്റെ പ്രതിബിംബം നിന്റെ വയസ്സ് വിളിച്ചു പറയും. പിന്നെ അതെന്റെ തെറ്റാണോ? കണ്ണാടി നോക്കുമ്പോ എനിക്ക് ജീവിക്കാനുള്ള കൊതിയും അതിനുള്ള ആവേശവും വർദ്ധിച്ചു വരുന്നു. കാരണം ഞാൻ നിത്യ യൗവനമല്ലേ അമ്മുണിക്കുട്ടി. പിള്ളേരാരെങ്കിലും കയറി വരും. സുനിതാൻ, ഞാൻ എത്ര ഓടിയാലും കിതക്കിയല്ല. മിസ്റ്റർ ഉണ്ണിത്താൻ സൈക്കിൾ ചവിട്ടുമ്പോ കിതക്കാറുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. കാരണം 7 വയസ്സ് തൊട്ടേ പതിവായി ഞാൻ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ആരോഗ്യത്തിന്റെ പിന്നെ രഹസ്യവും സത്യം പറഞ്ഞാൽ ഇതാണ്: ഒരു ദിവസം കുറച്ചു നേരമെങ്കിലും സൈക്കിൾ ചവിട്ടിയില്ലെങ്കിൽ എനിക്കെന്തോ ഒരു വല്ലായ്മയാണ്. മിസ്റ്റർ ഉണ്ണിത്താൻ, ഞാൻ എന്തോ പറയാൻ വിട്ടുപോയി. ആ, ഇന്നലെ നിങ്ങൾ വല്ലാതെ ക്ഷോഭിച്ചിരുന്നു. ഇങ്ങനെ ക്ഷോഭിക്കുന്നത് ഹാർട്ടിന് ദോഷകരമാണ്. അല്ല ഉറാച്ച, നമ്മുടെ ഹാർട്ടിന് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടല്ലേ കൂടെ കൂടെ ഇങ്ങനെ ക്ഷോഭിക്കുന്നത്. ഞാൻ വരട്ടെ. ആ, നിക്കണം. എന്റെ വീട് വഴിയല്ലേ പോകുന്നു. അതെ, ഞാനും കൂടെ കയറിക്കളയാം. വണ്ടി കാലിയായിട്ട് കയറിക്കോ. ആ, ആ. അയ്യോ, നോക്കി. അല്ല, ഔറാച്ചൻ പറയുന്നത് എന്തോ ചെയ്യാ? നോക്കി നോക്കി. ചേട്ടാ, ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന്. എന്റെ വയറ് മുട്ടുന്നോണ്ട് നിങ്ങൾക്ക് തോന്നുക. എന്റെ പൊന്ന് ഔറാച്ച, ഈ വെയിറ്റ് ഒന്ന് കുറയ്ക്കേ, ഓവർ വെയിറ്റാ. അത് തന്നെയാ എന്റെ ഭാര്യയും പറയുന്നത്. കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ മഹാബോറ. പിന്നെ ചേച്ചി പറയുന്ന പോലല്ലേ, ചേച്ചിക്ക് വേഷം ചേരാത്തിന് ഞാനെന്താ ചെയ്യാ? ഈ വേഷമൊക്കെ ഇട്ടാ ഫിഗറിന് നല്ല ഷേപ്പ് ഉണ്ടെങ്കിൽ സ്മാർട്ട് ആയിരിക്കും. ചുമ്മാ നല്ല ആമ്പിള്ളേര് കമന്റ് അടിക്കുന്നത്. ഇതൊക്കെ ഇട്ടോണ്ട് പോയാൽ അവര് കമന്റ് അടിക്കുക എന്നെ ചെയ്യും. കമന്റ് അടിച്ചോട്ടെ, കമന്റ് അടിച്ചാ എനിക്ക് പുഷ്ക. ഡാഡി, 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 ഈ വേഷം എനിക്ക് നല്ല ചേർച്ചയുണ്ടല്ലേ? വേഷം കൊള്ളാം, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഇവളുടെ വേഷമാ, സാരി. അതന്നെ. എടി മോളെ, നിന്റെ മമ്മിയുടെ യാതൊരു വിവരവുമില്ലല്ലോ. മമ്മി അമ്പലത്തിൽ പോയിരിക്കുക, ഉടനെ വരും. ഇവളെന്തിനാടി അമ്പലത്തിൽ പോകുന്നത്? അവളുടെ ശരിയായ ദൈവം ഇവിടെയല്ലേ ഇരിക്കുന്നത്. നമുക്ക് പോവാം. നിങ്ങൾ വരട്ടെ കാര്യം. എടി, റോഡിൽ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. എങ്ങനെ എന്റെ അനി രാവിലെ ഇത്? എനിക്ക് ദീർഘകാലം ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ഉള്ള കാലം മനുഷ്യൻ കഴിക്കുന്ന ആഹാരം കഴിച്ചോട്ടെ. ഷോ, എന്താ ഈ പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോഴേ ഷുഗർ എത്രയെന്ന് അറിയാമോ? പ്രഷറും കൂടുതലുണ്ട്. വേണ്ട 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 വേണ്ട,
ഇത് മാത്രം കഴിച്ചാ മതി. ഉം. എന്നാ പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? ആഹാരമായിട്ട് ഈ ഗുളിക പോരെ? കർത്താവേ, എന്തിനാ ഈ ഡയബറ്റീസും പ്രഷറും ഒക്കെ? നേരിട്ട് അങ്ങ് വിളിച്ചാ പോരെ? ഞാനങ്ങ് വരത്തില്ലയോ? Don't be silly. Health is wealth. ദാ കുടിച്ചോളൂ. കണ്ണടച്ചു കുടിച്ചോളൂ. ഞങ്ങളെ ഒന്നും കൊണ്ട് നോക്കി, രാവിലെ മോര് പുറകെ നടക്കുക. അല്ല പോവാണോ? നോക്കിയില്ലോ. എന്താ സാറേ, പുതിയ ക്ലാസ്സിൽ പോകുന്നോണ്ടാണോ സ്കൂൾ പിള്ളേരെ പോലെ വൈറ്റ് വൈറ്റൊക്കെ ഇട്ട് ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നത്? വെളുപ്പ് വിശുദ്ധിയുടെ ലക്ഷണമാണ്, അധ്യാപകൻ അതിന്റെ വക്താവുമാണ്. ഒന്ന് ജീവിച്ച് പോട്ടുണ്ട് സാറേ. There are several types of chemical decompositions. Certain decompositions take place in nature without our knowledge. Decay of buried human body is the best example of this kind. Let us now take a good example of double decomposition. എഴുതിയോ? എന്നാ നോക്കിയിരിക്കുന്നേ? എഴുതുന്നില്ലേ? അയ്യോ, ഭയങ്കര ഉഴപ്പാന്നേ. Who is that? Now, coming back to the point, take a small quantity of sodium nitrate. And mix it with lead carbonate. Put the mixer in a test tube. And heat it properly. Double decomposition takes place and thick fumes are produced. അവിടെ എന്താ അത്? Thick fumes are produced. എഴുന്നേക്കടോ, കിടക്കടോ പുറത്ത്. ഞാൻ പോട്ടെ. Get out from the class. ഓ, എന്റെ പൊന്ന് ദൈവമേ, ഒരു ഗതിയില്ലെങ്കിൽ മാത്രമേ ഈ പണിക്ക് പോകാവൂ. പണ്ടൊക്കെ ഗുരുബോധനോട് ഭക്തിയാ. ഇപ്പൊ ഓരോരുത്തരും ഗുരുവിന്റെ തോളി കൈയിട്ടുണ്ടല്ലേ പാഠം പഠിക്കുന്നത്. എടോ, അതിന് വിദ്യാർത്ഥികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ കാര്യത്തിലും കാലം മാറിയില്ലേ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്തോന്ന് യോഗ്യതയുണ്ട് കോളേജ് അധ്യാപകരാകാൻ? താനെന്താ അങ്ങനെ പറഞ്ഞത്? ഒരു യോഗ്യതയില്ല. അവന്മാര് ചോദിക്കുന്ന ആശ എങ്ങനെയെങ്കിലും മെനക്കെട്ട് കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏത് കുറ്റിച്ചൂലിനും കോളേജ് ലെക്ചറാകാം. പിന്നെ പിള്ളേരെ മാത്രം എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നത്? ഞാനുള്ള കാര്യം പറയാലോ. 45,000 രൂപ എണ്ണി കൊടുത്തു. നെക്സ്റ്റ് ഡേ എനിക്ക് അപ്പോയിന്റ്മെന്റ്. ആട്ടെ, താനെന്തോ കൊടുത്തു? ഞാനും ഏതാണ്ട് അത്രയും കൊടുത്തു. പിന്നെന്തിനാ കുറ്റം പറയുന്നേ? സർ, റെക്കോർഡ്. ഉള്ളത് പറയാമല്ലോ. ഞാൻ നോക്കിയിട്ട് കൂട്ടത്തിൽ ഭേദം ഈ കുട്ടിയെ. ഭേദമെന്ന് വെച്ചാൽ? അല്ല, പൊതുവെ ഞാൻ നോക്കിയെടുത്തോളും ഭേദം. ആട്ടെ, താനിവിടെ പഠിപ്പിക്കാൻ വരുന്നു അതോ കൂട്ടത്തിൽ ഭേദം നോക്കാൻ വരുന്നു? ചുമ്മാ പോടോ. അതാ ഞാൻ പറഞ്ഞേ, കുഴപ്പം ഇവിടെ ഒന്നും അല്ലടോ, അങ്ങ് വേരില. നമസ്കാരം. 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 ഞാൻ ഇവിടുത്തെ പുതിയ ഗ്രാമസേവയാണ്. എന്റെ ഭാര്യയും മക്കളും ആരും ഇപ്പൊ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം സൗകര്യമായി അവിടെ നിന്ന് സംസാരിക്കാം. ഇവിടെ പശു ഉണ്ടല്ലേ? ഉണ്ട്. കറവേണ്ട പശുവാണോ?
അത് എന്റെ ഭാര്യ വന്നാലേ അറിയാൻ പറ്റൂ. പശുവിന് രോഗം വല്ലതും വരാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പരാതി പശു പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവിടെ നോക്കി വേണ്ടാത്തൊന്നും പഠിച്ചു വെക്കരുത്. ആനിയല്ലേ എപ്പോഴും പറയാറ് മിസ്റ്റർ ഉണ്ണിത്താൻ രാവിലെ എഴുന്നേൽക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, അത് കണ്ട് പഠിക്കണമെന്നൊക്കെ. ഇത് ഒരുതരം എക്സസൈസ് ആണ്, മെന്റൽ എക്സസൈസ്. വേണ്ട വേണ്ട വേണ്ട, ഇങ്ങനത്തെ എക്സസൈസ് ഒന്നും പഠിക്കണ്ട. അല്ലേ ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് പോയി പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കാം. എടി, നീ ഉദ്ദേശിക്കുന്ന മാതിരി സ്ത്രീയല്ല അവരിവിടുത്തെ ഗ്രാമസേവിക. അതെന്താ? ഗ്രാമസേവക സ്ത്രീയല്ലേ? ഞാനിവിടെ ഇല്ലാത്തപ്പോ 1 മണിക്കൂർ നേരം ഇവിടുന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ? അവരോട് പിന്നെ വരാൻ പറഞ്ഞ പോരായിരുന്നോ? എടി, നിനക്ക് പണ്ട് മുതൽക്കേ ഉള്ളതാണ് ഈ സംശയിക്കുന്ന സ്വഭാവം. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. അവരിവിടെ വന്നു, സംസാരിച്ചു, പറഞ്ഞു വിടുകയും ചെയ്തു. കാര്യം നിസ്സാരം. ആഹാ, പണ്ട് മുതൽക്കേ എനിക്കറിയാം. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. ആരെ കണ്ടാൽ ഇരുന്നങ്ങ് വർത്തമാനം പറയും. ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് കോടതി പറഞ്ഞെങ്കിൽ എന്ത് പ്രയോജനം ഉണ്ടായിരുന്നു? എടി, നീ പിന്നെയും തുടങ്ങിയ കോടതി എന്ന് പറഞ്ഞു. ഈ കോടതിയുടെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ വക്കീൽ പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്കറിയാം. എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. പിന്നെ നീ എന്തിനാ എന്റെ പുറകെ ഇറങ്ങി വന്നത്? ഞാനല്ലല്ലോ അങ്ങോട്ട് കല്യാണം എന്ന് പറഞ്ഞു വന്നത്, നീയല്ലേ? റോഡിൽ പോകുന്നവരൊക്കെ എത്തി നോക്കുന്നു. എത്തി നോക്കട്ടെടി. റോഡിൽ പോകുന്നവർ മാത്രമല്ല, ഈ ലോകം മുഴുവൻ എത്തി നോക്കട്ടെ. എല്ലാരും അറിയട്ടെ നിന്റെ മമ്മിയുടെ സ്വഭാവം. എന്നാ പിന്നെ മമ്മിക്കെങ്കിലും ഒന്നും ഉണ്ടായിരുന്നൂടെ? അപ്പുറത്ത് എന്നെ കൊച്ചാക്കിയില്ലേ? അവരുടെ മുമ്പ് നിങ്ങൾ എന്നെ കൊച്ചാക്കിയില്ലേ? കഴിക്കണ്ട, ആരും ഒന്നും കഴിക്കണ്ട. പാടുപെട്ടുണ്ടാക്കിയത പാവയ്ക്ക കൊണ്ടാട്ടം. സംശയമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശത്രു. എന്റെ അമ്മണിക്കുട്ടി എന്നെ സംശയിക്കുന്നു? ഒരിക്കലുമില്ല. എനിക്കറിയാം എന്റെ ചേട്ടൻ എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഞാനല്ലാതെ മറ്റു സ്ത്രീയെ പറ്റി ചിന്തിക്കാൻ പോലും ചേട്ടന് കഴിയില്ല. പക്ഷേ എനിക്കറിയാം ചേട്ടൻ എന്നെ സംശയിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ സംശയിക്കും. അല്ലെങ്കിൽ ദൈവം എന്തിനാണ് നിന്നെ ഇത്രയും സുന്ദരിയായി സൃഷ്ടിച്ചത്?